നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഓഫർ സെയിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ. നല്ല സാരീസാണ്, നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ്. വളരെ കുറച്ചല്ല ഉള്ളൂ. പക്ഷേ ഇത് കാണിക്കുന്ന എല്ലാം സിംഗിൾ പീസസ് ആണ്. ഒന്നിന് പോലും ഡബിൾ പീസസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാത്ത ഒരു മനുഷ്യൻ പോലും കാണത്തില്ല അല്ലേ? എന്നോട് ആർക്കും ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നോക്കിയിട്ട് അവർക്ക് എന്നോട് ഇഷ്ടമില്ല, അവർക്ക് എന്തോ എന്നോട് ദേഷ്യ, അല്ലെങ്കിൽ അവരെന്നോ എന്തോ മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊജക്ടർ പോലെ നമ്മൾ അതിനകത്തോട്ട് എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ആരോഗ്യകാര്യമാണെങ്കിൽ എനിക്കും ഒരു ആരോഗ്യമില്ല, എനിക്ക് പ്രശ്നമാണ്, ഇപ്പോൾ ഒരു തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് ഇപ്പോഴത്തെ വീട്ടമ്മമാരുടെ എല്ലാം ഒരു വിചാരമാണ് പെട്ടെന്ന് ചാടിക്കറി ക്യാൻസറിലേക്ക് പോകും. എനിക്ക് എന്നുവെച്ചാൽ എവിടെ കേട്ടാലും ക്യാൻസർ അല്ലേ കേൾക്കുന്നത്, എനിക്ക് വല്ല ക്യാൻസർ വേണോ അങ്ങനെ ചിന്തിച്ച് ക്യാൻസർ ആക്കിയ ആൾക്കാരുടെ വരെ കഥകളുണ്ട്. സത്യം പറയുക. അപ്പം നമ്മൾ എന്താണോ അതിന് കൊടുക്കുന്നത്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എനിക്ക് അപ്പടി കടവാ, എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു നരകമായിപ്പോയി, ഇങ്ങനത്തെ ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിച്ചിട്ട് അതായിരിക്കും നമുക്ക് തിരിച്ചു തരിക. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് മനുഷ്യൻ്റെ ലൈഫിൽ. ഇതെല്ലാം പറഞ്ഞ സംഭവങ്ങളും ഉണ്ട്. അതെല്ലാവരും ഫേസ് ചെയ്യണം. നമ്മൾ കാണുന്ന ഏറ്റവും റിച്ചായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഏറ്റവും സുഖസമ്പന്നതയിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെ ഏറ്റവും ഹാപ്പി ആയിട്ട് നമ്മൾ കരുതുന്ന ആൾക്കാർക്ക് പോലും എന്തെല്ലാം സ്ട്രഗിളുകളിൽ കൂടിയാണ് പോകുന്നത് അവരോട് ചോദിച്ചാലേ അവർക്ക് അറിയത്തുള്ളൂ. നമ്മൾ അതിനെ സമീപിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി. ഏത് നെഗറ്റിവിറ്റിക്കിടയിലും ഒരു പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക. വെറുതെ പറഞ്ഞ കേട്ടോ, എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെറുതെ ഒന്നല്ല, ഒരു രസത്തിനങ്ങ് പറഞ്ഞതാ. നമുക്ക് ഓരോ ദിവസം ചില കാര്യങ്ങൾ പറയണം. നമ്മളിപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മുന്നിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് എനിക്ക് വേണ്ടപ്പെട്ടവരോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സാരിയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യത്തെ സാരി ഇതാണ്. ഇതൊരു ഡോള സിൽക്കിൻ്റെ സെമി ഡോള സിൽക്ക് സ്റ്റഫിൽ ഒക്കെ ഉള്ള ഒരു സാരിയാണ്. ഇതിൽ കൂടെ ഒരു കാന്താ വർക്ക് പോലെ പോയിട്ടുണ്ട്. ഡോള സിൽക്കിയാണ് മെറ്റീരിയൽ. ഇങ്ങനെ സിക്സാഗ് പ്രിന്റ് പോയിരിക്കുന്നു. ഇങ്ങനെ ഒരു ബോർഡർ. ഇതിപ്പം മസ്റ്റാർഡ് യെല്ലോ കളറ്. ഇതിൻ്റെ ഒറ്റ പീസേ ഉള്ളൂ. അതുകൊണ്ടാണ്, സിംഗിൾ പീസസ് ആയതുകൊണ്ടാണ് ഓഫർ സെയിലിലേക്ക് വന്നിരിക്കുന്നത്. ഇത് വരും മുന്താണ്. നിങ്ങൾക്ക് ചെറിയ സെമി ഫംഗ്ഷൻ വേറെ സാരി ആയിട്ട് കൊടുക്കാം. എന്താ ഞാൻ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഓർക്കണ്ടേ ഞാൻ എവിടെ നോക്കി നിൽക്കും, നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കണ്ടേ എന്നല്ല, കണ്ണാടി നോക്കി സ്റ്റൈറ്റ് നോക്കിയില്ല. ഇതാണ് സാരി. എന്താണ് വന്നിട്ട് ഇങ്ങനെ ബ്ലൗസും കൂടെ കാണിക്കാവേ. ഇത് വരും ബ്ലൗസ്. ഇതേ കൂടെ ഒരു കാന്താ വർക്ക് പോലെ ഒരു ത്രെഡിന്റെ വർക്ക് ഇങ്ങനെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. അത് ഉടക്കത്തൊന്നുമില്ല. നല്ലൊരു സാരിക്ക് ഒരു കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ ശരിക്കുള്ള വില അടുത്ത സാരി നോക്കിയിട്ട് പറയാം. 980 ആയിരുന്നു. ഇപ്പോഴത്തെ വില 720 രൂപ. മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കും. ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. നല്ല പുതുപുത്ത സാരി, ഇരുന്ന് സ്റ്റോക്ക് ഔട്ടായ സാരി ഒന്നുമല്ല. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഓൺലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹ്യൂജ് സ്റ്റോക്കാണ് നമ്മൾ പലപ്പോഴും ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് മിച്ചം വരുന്നതാണ്. 1-2 കെട്ടൊക്കെ അങ്ങനെ മിച്ചം വരും. ഇതാ ഷോപ്പിലേക്കാണെങ്കിൽ ഒത്തിരി ഒരു സാരി 2 സാരി വെച്ച് പർച്ചേസ് ചെയ്ത് പറ്റത്തില്ലല്ലോ. നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്, നമ്മൾ അതുപോലെ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂജായിട്ടേ സ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ കണ്ടമാനൊന്നും സ്റ്റോക്കൊന്നും ചെയ്യുന്നില്ല. എന്നാലും ചില സാരികൾ ചിലപ്പോൾ പല കാരണങ്ങളാൽ പുതിയത് കാണുമ്പോൾ പഴയത് പോവും. എന്നും ഇങ്ങനെ കൊണ്ടിരുന്നതുകൊണ്ടേ ഒരു അജർക്ക് പ്രിന്റ് പോലൊക്കെയാണ് മുന്താണിയ വരുന്നത്. ബ്ലൗസ് ഞാൻ കാണിച്ചല്ല, ആ കളർ തന്നെ. നല്ലൊരു വാടാമുല്ല ഷെയ്ഡ്. ഇത് സ്റ്റഫ് കാണണമെങ്കിൽ കേട്ടോ, ഇതാ സ്റ്റഫ്. ഒരു സിൽക്കിയാണ്. ഒട്ടും സീ ത്രൂ ട്രാൻസ്പെറൻറ്റോ അല്ല, പക്ഷെ സോഫ്റ്റുമാണ്. ഉണ്ടോ?
മുന്താണി വന്നിട്ട് ഇങ്ങനെ. എല്ലായിടത്തും വെള്ളക്ഷാമൊക്കെ ഉണ്ടോ ഭയങ്കരമായിട്ട്? എല്ലായിടത്തും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അല്ലേ? ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഈ കഴിഞ്ഞ 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു. വൈകുന്നേരം ഭയങ്കര മഴ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം മഴ പെയ്തു കേട്ടോ. നനഞ്ഞ് നിൽക്കുന്ന എൻ്റെ വാഴത്തോട്ടം, ഞങ്ങളുടെ വാഴത്തോട്ടം ഞങ്ങൾക്ക് വീട്ടിലൊരു വാഴത്തോട്ടം ഉണ്ടേ. വാഴത്തോട്ടത്തിൽ ഒത്തിരി വാഴ പൊലച്ചതെല്ലാം ഉണ്ടല്ലോ, ഒടിഞ്ഞൊടിഞ്ഞ് പോകുമായിരുന്നു. വെള്ളം എന്തോരം വേണമെന്ന്, അതിനെ എന്തായാലും രക്ഷപ്പെടുത്തി എടുത്തു. ഇതൊക്കെ എന്തിനാ കഥ പറയുന്നതെന്നാണോ? എന്താണിത്? വല്ലവന് പുല്ലുമായുധം എന്ന് കേട്ടിട്ട്, പല്ലുവായതെന്നാണോ പുല്ലുവായതെന്നാണോ? വല്ലവന് പുല്ലുവായതെന്ന് പറഞ്ഞ പോലെ എനിക്ക് എവിടെ കിട്ടിയാലും വർത്താനം പറയരുത്. അതുകൊണ്ട് തന്നെ വർത്താനം പറയാൻ പാടില്ലെന്ന് എന്നോട്. എന്താ വല്ലപ്പാ, സാരില്ല അല്ലേ? നമ്മൾ ഒത്തിരി ഓവറായിട്ട് വർത്താനത്തിന് പോകാതെ പിന്നെ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാൽ വയലറ്റ്, നല്ല വയലറ്റിൽ വൈറ്റ് 6 ആകും. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഒറ്റ പീസേ ഉള്ളൂ. അന്നേരം വേണമെങ്കിൽ അന്നേരം തന്നെ ബുക്ക് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ഇതാണ് ബ്ലൗസ്. അതാണ് ഈ ഡിസ്കൗണ്ട് സെയിലിനുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത്. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയും, എന്നിട്ട് അവർ പിണങ്ങുവാ. അതാ പ്രശ്നം. ഒരു സാരി കിട്ടിയില്ലെങ്കിൽ മനുഷ്യന് ഇത്ര വയലൻ്റ് ആകുമെന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ബുക്കിങ്ങിൻ്റെ വാട്സപ്പ് എടുത്ത് പരിശോധിക്കുമ്പോഴേ ആവുമായിരിക്കും അല്ലേ? മനുഷ്യനിപ്പോൾ വയലൻസി അല്ലേ ഏറ്റവും കൂടുതൽ മുന്നേ നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കഴിക്കുന്ന ഫുഡിൻ്റെ അങ്ങനെയൊക്കെയാണോ പറയുന്നു, ഇടപെടുന്ന ആൾക്കാരുടെയാണോ പറയുന്നു, സോഷ്യൽ മീഡിയയുടെയാണോ പറയുന്നു, എല്ലാം ഉണ്ടല്ലേ, എല്ലാത്തിൻ്റെ ഇച്ചിരിച്ചുണ്ട്. ഇത് വേറൊരു സാരി, ഇതൊരു സിൽക്കി കോട്ട സ്റ്റഫാണ്. ഉണ്ടോ ഇങ്ങനെ വൈറ്റ് ഓഫ് വൈറ്റ് അല്ലേ? ഓഫ് വൈറ്റും യെല്ലോയും ഓറഞ്ച് യെല്ലോ, ഇങ്ങനെ ഒരു സാരി. സിമ്പിൾ സാരിയാ. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ വരും. ചുമ്മാ കൊടുക്കാനൊക്കെ നല്ല വില പറയണ്ടേ? ഒറിജിനൽ വിലയല്ലാത്ത വിലയും പറയണ്ടേ? കണ്ടു ഇതിൻ്റെ ശരിക്കുള്ള വില 678 രൂപ, ഇപ്പം 450 രൂപ. ഒത്ത സാരി കേട്ടോ, 450. അതിൻ്റെ 3 കളറേ ഉള്ളൂ മിക്സർ. ഞാൻ ഇതിനകത്ത് ചിലതെല്ലാം ഓൺലൈനിൽ ഓൾറെഡി ശരിക്കുള്ള ഒറിജിനൽ വിലയ്ക്ക് വിറ്റിട്ടുള്ളതാണ്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. സിൽക്കി കോട്ട മീൻസ് അതിൻ്റെ ഒറിജിനലിന് കൂട്ടരുത്, വില ഓർക്കണം. വില വെച്ചിട്ട് നിങ്ങൾ എന്നാ പറയുന്നത് എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. എക്സ്പെക്ടേഷൻ ഭയങ്കര ഓവറായി പോകരുത്. സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സാരി. ഈ ബ്ലൗസ് കാണിച്ചില്ല അല്ലേ? ബ്ലൗസ് പ്ലെയിൻ ആണേ. ഇതാ ഈ പ്ലെയിൻ, അതിൻ്റെ തന്നെ പ്ലെയിൻ. ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് തന്നെ റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നും ഇല്ലയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എടുത്തേച്ചാൽ മതി. അത് ഞാൻ വേറെ ഒന്നും പറയുന്നതല്ല. ഡിസ്കൗണ്ട് സെയിലാണെങ്കിലും എന്നാ സെയിലാണെങ്കിലും ഇത് പ്രത്യേകിച്ചും എക്സ്ചേഞ്ച് റിട്ടേണും ഇല്ലാത്ത ഐറ്റങ്ങൾ നമുക്ക് നല്ല ഷുവർട്ടി ഉണ്ട്. ഇത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് 101% വർത്താണോ? നമുക്കിത് ഒന്നുമില്ല, നമുക്ക് വെറുതെ പോകരുത്, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അത്രേ ഉള്ളൂ. 100 രൂപ കുറഞ്ഞോ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലതൊക്കെ കിട്ടിയ വിലക്കെങ്കിലും താന്നാ പോകുന്നത്. സോ ശരിക്കും പറഞ്ഞു കിട്ടിയ വിലക്കെങ്കിലും താന്നാ പോകുന്നതെന്ന് എനിക്കറിയാം. ഈ സാരി ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സാരി എനിക്ക് തോന്നുന്നു ഒരു 1200 സംതിങ് രൂപ ആയിരുന്നു. ഇത് കലങ്കാരി പ്രിന്റ് വരുന്ന, ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സെമി സിൽക്ക് സാരിയാണ്. കലങ്കാരി ഡിജിറ്റൽ പ്രിന്റ്. ഇതിൻ്റെ ഇപ്പോഴത്തെ വിലയും പറയാവേ, ഇപ്പോഴത്തെ പഴയ വിലയും ഇപ്പോഴത്തെ വിലയൊക്കെ പറയാം. 1299 ആണ് ഇപ്പോഴത്തെ വില. 699. ഇച്ചിരി കൂടുതലായിട്ടും കുറഞ്ഞു പോയി അല്ലേ? അത്രയും കുറവുണ്ടായിരുന്നു. 1299, 699. കലങ്കാരി പ്രിൻ്റാണ്, ഡിജിറ്റൽ പ്രിൻ്റാണ്. ഇവിടുത്തെ ഈ സ്റ്റഫൊക്കെ കണ്ട ഇത് പ്രിൻ്റാണ്, പക്ഷെ നല്ലൊരു ലുക്ക് തരുന്ന ഒരു ഇതാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. മുന്താണി നോക്ക് എന്നാ രസമാണ്. ബ്ലൗസ് ഇങ്ങനെ വരും. ഇതൊക്കെ ഇത് ഓൺലൈനിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്, പല തവണ ഞാൻ കാണിച്ചിട്ടുള്ളത്, വാങ്ങിച്ചിട്ടുള്ളവർ ഇഷ്ടം പോലെ കാണും.
അവർക്കാണെങ്കിൽ റേറ്റ് ഓർമ്മ കാണുമല്ലോ. അതാണ് ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. ഒരു കളറൊന്ന് ആദ്യം കാണിച്ചത് ഒരു ഗ്രീൻ പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഇതൊരു ബിസ്ക്കറ്റ് യെല്ലോ, റൂട്ട് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഉണ്ടോ അല്ലേ? ഇപ്പോൾ പാർലേജിയുടെയാണോ? എനിക്കൊരു ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളൂ. ആ ബിസ്ക്കറ്റിനെ എന്നാന്നറിയാം, എല്ലാവരും എന്നെ കളിയാക്കുന്ന കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ളത് പട്ടി ബിസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. അത് ശരിക്കും അതിനെന്നാ ബിസ്ക്കറ്റ് എന്നാണ് പറഞ്ഞത്? ടീ ബിസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ വട്ടത്തിൽ വന്നിട്ട് കുത്തു 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 പോലെ. എന്നിട്ട് എന്നെ വീട്ടിൽ ഇവരെല്ലാം കളിയാക്കുന്ന പട്ടി ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. എനിക്ക് എന്നാ പ്രാന്തം അറിയാം. അയ്യോ, അതില്ലെങ്കിൽ ഞാൻ വയനാട്ടാവും. സത്യം ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ പിള്ളേരെ കൊണ്ടൊന്നും അല്ല കാര്യത്തിൽ കൊണ്ട്, എന്നെ കൊണ്ട് ബിസ്ക്കറ്റ് കിട്ടി എന്നെ കിടന്ന് കാറുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഡയറ്റ് എടുത്തിപ്പോൾ അതെല്ലാം ഒത്തിരി കുറച്ചേക്കുവാണേ. എന്നാലും ഞാൻ ചിലപ്പോൾ ഒക്കെ കട്ട് തിന്നും. ചിലപ്പോൾ ഞാൻ ഓർക്കും, എന്നെ പറയാൻ ആ ഒരു ജീവിതം അത് ഒന്നാണോ? അല്ലല്ലേ? ആണോ? ഒന്നാ? പിന്നെ ആണോ? അല്ല, ആണല്ലേ? അതേന്ന് തോന്നുന്നു കേട്ടോ. പിന്നെന്തിനാ അത് റിഡക്ഷൻ സൈക്കിൾ വന്നു? ആ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഭക്ഷണം പോലും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പോലും കഴിക്കാതെ എന്തുവാ എന്നൊക്കെ ഞാൻ വിചാരിക്കും. എന്നാന്ന് ചെറിയോ, ഇഷ്ടമുള്ള ഭക്ഷണം കാണുമ്പോൾ നമ്മളിങ്ങനെ കുറേ ന്യായീകരണത്തിലെത്തുവേ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിക്കാൻ നമ്മളെ പിന്നെ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഇഷ്ടം എന്തിനും ഭക്ഷണം വരെ ഉപേക്ഷിച്ച് എന്നാ ഒരു ലൈഫാന്നൊക്കെ പറയാം. അത് കഴിയുമ്പോഴായിരിക്കും വയസ്സനാം കാലത്ത് ഒരിടത്ത് എഴുന്നേക്കുമ്പോൾ അതൊക്കെ കിടക്കേണ്ടി വല്ല കൊളസ്ട്രോളും എല്ലാം കൂടി വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെ ചെയ്യും. അങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര ഡയറ്റിലോട്ട് പോകും. ഇതൊക്കെയാണ് പരിപാടി. സൗകര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുക എന്ന് പറയുന്ന ഒരു നല്ല സ്വഭാവം. പക്ഷെ അങ്ങനെ മാറ്റാനൊന്നുമില്ല. ഇത് അടുത്ത സാരി കേട്ടോ, ഒരു സോഫ്റ്റ് സിൽക്ക് സാരി, ഒന്നുമില്ല, സിമ്പിള് ബോർഡർ, ഇങ്ങനെ ഒരു ലൈൻസ് വന്നിട്ട് ഒറ്റ കളറേ ഉള്ളൂ, മെറൂൺ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് വന്നിട്ട് പ്ലെയിന്. വില 490 രൂപ. 690 രൂപയുടെ ആയിരുന്നു, ഇപ്പം 490 രൂപ. ഒന്നുമില്ല, ചുമ്മാ സിമ്പിൾ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി, നല്ലതാണ്, ഒരു പ്രശ്നമില്ല. അടുത്ത സാരി ഒരു സെമി ഓർഗൻസ സാരിയാണ്. ഞാൻ കാണിച്ചിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ത്രെഡാണ് അതിൻ്റെ കൂടെ ത്രെഡ് ചെയ്തിരിക്കുക. പല കളറ്, ബ്ലൂ, യെല്ലോ, ലൈറ്റ് ഗ്രീന്, ഓറഞ്ച്, ഇങ്ങനെ ഷെയ്ഡിൽ ഇത് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സാരി ആയിട്ട് കൊടുക്കേണ്ടവർക്ക് സാരി ആയിട്ട് കൊടുക്കാം. ഇച്ചിരി സീത്രൂ ആണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗൻസ അല്ല, ഇച്ചിരി സീത്രൂ ആണ്. പക്ഷേ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് കുത്തി കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നമല്ല. അഴിച്ചിടാൻ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അത് പറ്റത്തുള്ളൂ. അതേസമയം നമുക്കിത് വേറെ സാധനങ്ങളൊക്കെ തയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. മൊത്തം ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇതിന് വിത്ത് ബ്ലൗസ് ഒന്നുമില്ല. വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇങ്ങനെ വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ തരുമ്പോൾ വിത്ത് ബ്ലൗസ് അറ്റാച്ച് ചെയ്ത് തരത്തില്ല. കാരണം അത് നമ്മൾ തന്നെ ചെയ്തതാണ്, ഡിസൈൻ ചെയ്ത്. അന്ന് കാണിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ഈ പ്രാവശ്യം സാരി മാത്രമേ ഉള്ളൂ. സാരി മാത്രമേ ഉള്ളൂ. എൻ്റെ റേറ്റ് ആയിരുന്നു. ഇതിൻ്റെ കൂടെ പിങ്ക് പോയിട്ടുണ്ട്, ബ്ലൂ പോയിട്ട്, പൗഡർ ബ്ലൂ പോയിട്ടുണ്ട്, യെല്ലോ പോയിട്ടുണ്ട്. ഏത് കളറിൻ്റെ ഡാർക്ക് കളർ ബ്ലൗസ് ഇട്ടാലും നല്ലതാണ് ഈ സാരി ആയിട്ട് കൊടുക്കാനാണെങ്കിൽ. അല്ലെങ്കിൽ എന്നെ എടുക്കണം, നമുക്ക് കുർത്തി ഫ്രോക്കൊക്കെ അടിക്കാൻ നല്ല, സ്കേർട്ടും ഫ്രോക്കും ചുരിദാറൊക്കെ തയ്ക്കാൻ നല്ലതാണ്. എന്നാ വേണമെന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ ഇത്. ഇതിൻ്റെ വിലയെന്ന് പറയട്ടെ. നേരത്തെ വില 890 രൂപയാണ്, ഇപ്പോഴത്തെ വില 690 രൂപ. അത്രയും മീറ്റർ തുണി എടുക്കണമെങ്കിൽ ഓർഗൻസ ആണെന്നും കൂടെ ഓർക്കണം. ഒരു 5.5 മീറ്റർ തുണിയില്ലേ അത്, 690 രൂപയ്ക്ക്. ഈ സാരിയൊക്കെ ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഒത്തിരി സെയിലും വന്ന, ഒത്തിരി റീസ്റ്റോക്ക് വന്ന് ഇച്ചിരി കൂടി പോയി. അതാണ് കുഴപ്പമായി. നമ്മുടെ ബാന്തിനി പ്രിന്റ് വരുന്നത് എന്താണ് ഇല്ലേന്ന്, ഇങ്ങനെ തന്നെയാണോ ഫുള്ള്? നല്ല കേട്ടോ, ബാന്തിനി പ്രിന്റ് വരുന്ന ഇവിടുത്തെ ഈ ഒരു ബോർഡറിന്റെ പ്രിന്റ് ഇല്ലേ, അത് മാത്രമാണ് ചേഞ്ച് ആകുന്നത്. ബാക്കി എല്ലാം ഒന്ന്. അപ്പം ബോർഡറിന്റെ ഇത് വരുമ്പോൾ ഈ കളറിന്റെ കൂടുതൽ ഇവിടെ വരും. ബാക്കി കളറുകൾ, അതായത് ഈ ബുട്ട കൊടുത്തിരിക്കുന്നില്ലേ, അത് ഡോട്ടല്ല പോഡ്കാ ഡോട്ട്സ് കൊടുത്തിരിക്കുന്നതിന്റെ കളറിനകത്ത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ബോർഡറിലും ചേഞ്ച് ഉണ്ട്. നല്ല സാരിയാണ്, നല്ല സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന, ഡെയിലി ഇപ്പം ലളിതമായിട്ട് പോകേണ്ടിടത്തൊക്കെ ഇല്ല, മീൻസ് സിമ്പിളായിട്ട് പോകണം. ചർച്ചിൽ, ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ നല്ല സാരിയാണ്. നമുക്ക് എന്നുവെച്ചാൽ പോളിയസ്റ്റർ അങ്ങനത്തതൊന്നുമല്ല, ഒഴുക്കൻ സാരിയാണ്. പക്ഷെ എന്നാ മെറ്റീരിയൽ എന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ജോർജറ്റോ ഷിഫോണോ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും.
ഇങ്ങനെ ബാന്തിനി പ്രിൻ്റാണ് ബോർഡറായിട്ട് വന്നിരിക്കുന്നത്. ഇതിനൊരു സാരി ഫോളും കൂടെ നിങ്ങൾ വയ്ക്കണം. സാരി ഫോൾ വെച്ചിട്ട് കൊടുത്ത് വയ്ക്കും. ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറഞ്ഞ പോലുള്ള വ്യത്യാസമായിരിക്കും. നമ്മൾ ഇങ്ങനത്തെ ഒഴുക്കൻ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും എന്നെ എടുക്കണം പറയേ. പണ്ട് എനിക്ക് ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു, ഇപ്പൊ വീഡിയോ കാണുന്നുണ്ടോ ആവോ, അവൾക്ക് ചില മോൾ എനിക്ക് മെസ്സേജ് അയച്ചതാ. ഞാൻ വീഡിയോ വയ്ക്കാത്ത ഇങ്ങനെ പറയാന്ന് പറയും. പുള്ളിക്കാരത്തി ഇരുന്ന് പറയുമെന്ന്, മറുപടി ഇരുന്ന് പറയുന്നേ. ഞാനും പറയും കേട്ടോ അങ്ങനെ. നമ്മുടെ സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെയാണോ, ഞാനും പറയും അടിക്കടാ ഓടറാ എന്നൊക്കെ പറയുന്നു പറഞ്ഞാൽ ഞാനിത് പറയുമ്പോൾ അതെ നല്ലതാ എന്ന് പറയും. മോളെ എനിക്ക് മെസ്സേജ് അയക്കും. ഇത് കേട്ടോ, ഇതിപ്പോൾ വന്നിട്ട് ടീൽ ബ്ലൂ ഷെയ്ഡ് നല്ലത് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ എന്നാ പറയുക, സിമ്പിൾ സാരിയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു എടുപ്പില്ലേ, അങ്ങനത്തെ ഒരു സാധനമില്ല, ഒന്നും ശ്രദ്ധിക്കപ്പെടും അത്രേ ഉള്ളൂ. ബ്ലൗസിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. ബ്ലൗസ് ഇത്തെ കാണുന്നില്ല. അപ്പോൾ എന്നാ എടുക്കണം, ഈ ടീൽ ബ്ലൂ ഷെയ്ഡുള്ള ഒരു ബ്ലൗസ് എടുത്താൽ മതി. ചുമ്മാ ഒരു കോട്ടൺ ബ്ലൗസ് എടുത്താൽ മതി. നല്ല 2x1 2x2 ഒക്കെ. നേവി ബ്ലൂ, ഒലീവ് ഗ്രീന്, ടീൽ ബ്ലൂ, ഇത് നേവി ബ്ലൂ. മസ്റ്റാർഡ് യെല്ലോ ഉണ്ടോ? ഈ സാരിക്കുള്ള ഒരു ഗുണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഏത് സാരി കൊടുത്താലും നമുക്ക് നിറം കുറവുള്ളവർക്കും മീഡിയം കോംപ്ലക്സ് ഉള്ളവർക്കും എല്ലാവർക്കും നല്ലതായിരിക്കും. കറക്റ്റായിരിക്കും, കളർ ചേരും, എല്ലാവർക്കും ചേരുന്ന കളർ ഉള്ളവർക്കും ചേരും, കളർ കുറഞ്ഞവർക്കും ചേരും, മീഡിയം കളറുള്ളവർക്കും എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഇതാണ് ഇവിടെയും വന്നിരിക്കുന്ന കളർ പാറ്റേൺ വന്നിരിക്കുന്നത്. പിന്നെ ഒഴുക്കൻ സാരിയാണ്. സീത്രൂ ആണോ എന്ന് ചോദിച്ചാൽ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ചും ഡിസൈൻ ഉള്ളതുകൊണ്ട് അത്ര ഒരു സീത്രൂ ആണെന്ന് തോന്നത്തില്ല. പക്ഷെ അത്യാവശ്യം ഒഴുക്കനേക്കാളും കുറവാണ്. ഒഴുക്കൻ സാരി എത്ര ഉള്ളൂ അത്രയും വിചാരിച്ചാൽ മതി. ഇപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എന്നാ ദിവസം, വെള്ളിയാഴ്ച. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബ്ലൗസിൻ്റെ വീഡിയോ ഉണ്ട്. ഒത്തിരി പേര് പ്ലെയിൻ ബ്ലൗസ് ചോദിച്ചിട്ടുണ്ട്. പ്ലെയിന് ഡെയിലി ഇടാനും പറ്റുന്ന സ്ട്രെച്ചബിൾ ആ ടൈപ്പ് ബ്ലൗസിന് പറയുന്നത് സ്കിൻ ഫിറ്റ് ബ്ലൗസ് പ്ലെയിൻ ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ആസ് യൂഷ്വൽ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓണവും എനിക്ക് എപ്പോഴും ഓണവും വിഷുവും ഈസ്റ്ററും റംസാനും എല്ലാം പ്രമാണിച്ചിട്ടോ. അപ്പോൾ ഞായറാഴ്ച രാവിലെ 10 മണിക്കത്. നാളെ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഓർണമെന്റ്സിന്റെ വീഡിയോ കാണിക്കണം. നടക്കുമെന്ന് അറിയത്തില്ല. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് അയക്കൽ വലിയ പാടാവും. ഓർണമെന്റ്സ് കാണിക്കാത്തതിന് ഒത്തിരി മെസ്സേജുകൾ വരും, ഒത്തിരി. ഇനി എന്നാ അയക്കുന്നത്? അപ്പോൾ ഈ ഞായറാഴ്ച കാണിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം ഓർണമെന്റ്സിൻ്റെ വീഡിയോ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നോട് എൻ്റെ സ്റ്റാഫ് തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ബുക്കിംഗ് എടുക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഓർണമെന്റ്സ് ഷോപ്പിൽ വെക്കാത്ത എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ദൈവം തമ്പുരാൻ നിവൃത്തിയാക്കി തരട്ടെ. അദ്ദേഹം എല്ലാം തീരുമാനിച്ച് നടപ്പിലാക്കി തരട്ടെ. ഈ കടയുടെ ഉടമസ്ഥ ഞാനല്ല, അദ്ദേഹം തീരുമാനിക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.